എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിനിമയുടെ വലിയ പോസ്റ്റേഴ്സ് കേരളത്തിൽ പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ എനിക്ക് ചുറ്റിലും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് കാണണമെന്ന വലിയ ആഗ്രഹമായിരുന്നു. ചെറിയ ചെറിയ പോസ്റ്റേഴ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്ര വലിയൊരു പോസ്റ്റർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് നേരിൽ കാണുന്ന ഉള്ളത് കൊണ്ട് തന്നെ ഉച്ചക്കിറങ്ങി ഞാൻ വൈകുന്നേരത്തോളം എറണാകുളത്തെ പല ഭാഗങ്ങളിലും ഞാൻ ചുറ്റിക്കറങ്ങി അവസാനം ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാസം ഇറങ്ങിയ ഒട്ടുമിക്ക പോസ്റ്റേഴ്സും ഞാൻ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ പോസ്റ്ററുകൾ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളും ഏതാണെന്ന് അറിയാതെ കൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ തേടി കിട്ടാത്തത് കൊണ്ടും ഒരുപാട് അലയേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, അവസാനം ഞാൻ കണ്ടപ്പോൾ ഉണ്ടായൊരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വണ്ടി എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി വണ്ടി നിന്ന് ഇറങ്ങി നിന്നതിന് ശേഷം അവിടെ എവിടെയെങ്കിലും കസേരയിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് നോക്കി നിന്നാലൊന്ന് ആഗ്രഹിച്ചു പോയി. വല്ലാതൊരു ഫീല്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നെഞ്ചിലൊരു പെടപെടപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഇങ്ങനൊരു പോസ്റ്റർ ഒരുപാട് കാലത്ത് വലിയ ആഗ്രഹമായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവിടെ നിന്ന് തുള്ളിച്ചാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ എന്നെ വട്ടനായി കാണും എന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തു. എന്നാലും കുറേ സമയം ആ പോസ്റ്റർ നോക്കി നിന്നു. പിന്നെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഈ പോസ്റ്റർ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു വല്ലാതൊരു ഫീലായിരുന്നു. ഇത്ര വലിപ്പത്തിൽ ഇത്ര വലിയൊരു പോസ്റ്റർ, കിടിലൻ ഡിസൈനായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്ന് കുറേ സമയം അവിടെ നിന്ന് വീഡിയോ എടുക്കും. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ അവിടെ നിന്ന്. അങ്ങനെ കുറേ പേരെന്ത് ചെയ്തു നമ്മുടെ പോസ്റ്റേഴ്സ് നോക്കാൻ. പിന്നെ ചേട്ടൻ വന്നപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ നോക്കി, ചേട്ടൻ അങ്ങ് ചിരിച്ചങ്ങ് പോയി. പക്ഷേ ചേട്ടന് ഡൗട്ടായി എന്തോ ഉണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ ആ പോസ്റ്റർ കണ്ടു. പിന്നെ അവിടെ കുറച്ച് സമയം സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ലൈവായിട്ട് എടുക്കേണ്ടെന്ന് വിചാരിച്ചു കട്ട് ചെയ്തു. പക്ഷേ ആൾക്ക് സംഭവമൊക്കെ മനസ്സിലായി. ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുക, ഒരു സുഖം. ആൾക്കാർ ചോദിക്കും വട്ടാണെന്ന്. ഇതൊക്കെ കാണുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും വട്ടാണ്. സത്യം പറയാൻ വെച്ചാൽ ഒരുപാട് ആഗ്രഹിച്ച് വട്ടായി നടന്നിട്ട് അവസാനം കാണുമ്പോൾ ഒരു സന്തോഷമോ എന്താണ് പറയാൻ പറ്റാത്തൊരു അനുഭവമാണ്. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് സമയം പോസ്റ്റർ നോക്കിയിരുന്നു. മതിയായില്ല. പക്ഷേ അവിടുത്തെ സാഹചര്യം ആൾക്കാർക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ നിന്ന് വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ നടക്കാൻ തീരുമാനിച്ചു. എന്നാലും മനസ്സോടെ ഞാൻ തിരിച്ചെൻ്റെ വണ്ടിയിലേക്ക് നടന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒന്നും ഞാൻ കഴിച്ചില്ലായിരുന്നു. കാരണം ഈ പോസ്റ്റർ തേടിയുള്ള യാത്രയിൽ വിശപ്പേ ഞാൻ അറിഞ്ഞില്ല. പക്ഷേ പോസ്റ്റർ കണ്ടപ്പോൾ നല്ല വിശപ്പായി. ഇനി പോയി സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കണം. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി നമ്മുടെ സിനിമ മൃദുഭാവേ ദൃഢകൃത്യം നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ബൈ.